ശത്രുക്കളുടെ സ്വഭാവമായിരുന്നു. ബദരീങ്ങളാവട്ടെ, അവര് അല്ലാഹുവിന് വേണ്ടിയല്ലാതെ മൃഗത്തെ നേർച്ചയാക്കിയവരല്ല, ധാന്യം നേർച്ചയാക്കിയവരല്ല, സമ്പത്ത് നേർച്ചയാക്കിയവരല്ല. അതുകൊണ്ട് ബദരീങ്ങളോട് സ്നേഹമുള്ളവർ ചെയ്യേണ്ടത് നേർച്ച അല്ലാഹുവിന് മാത്രമേ കൊടുക്കാവൂ. കള്ളന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അതാ വീടിന്റെ വാതിൽക്കൽ അസ്മാഉൽ ബദരീൻ എഴുതി തൂക്കുകയാണ്. അതുപോലെ തന്നെ രോഗം വരാതിരിക്കാനതാ ബദരീങ്ങളുടെ പേരെഴുതി കെട്ടിയ ഉറുക്ക് കൈത്തണ്ടയിൽ അണിയുകയാണ്, അരയിൽ അണിയുകയാണ്. അതുപോലെ തന്നെ ശരീരത്തിലതാ കഴുത്തില്ലതാ നൂലണിയുകയാണ്. അങ്ങനെ ബദരീങ്ങൾ സഹായിക്കും. എവിടെ വെച്ച് വിളിച്ചാലും വിളിപ്പുറത്തവർ ഉത്തരം ചെയ്യുമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന മാലകളാണ് ഇന്നത്തെ ദിവസം അതാ ആളുകൾ പലരും പാരായണം ചെയ്യുന്നത്. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ! ഇന്നാളുകൾ പാരായണം ചെയ്യുന്ന ബദർ മാല എന്ന് പറയുന്ന മാല, പല ആളുകളെയും പുകഴ്ത്താനെന്ന പേരിലാണ് മാലപ്പാട്ടുകൾ കെട്ടിയുണ്ടാക്കുന്നത്. ബദരീങ്ങളെ സ്നേഹിക്കാൻ എന്ന പേരിൽ, ബദരീങ്ങളെ ആദരിക്കാൻ എന്ന പേരിൽ കെട്ടിയുണ്ടാക്കിയ ബദർ മാലയിലെ ഒരു വരി നിങ്ങളെ കേൾപ്പിക്കട്ടെ, ചില ഭാഗങ്ങൾ. തിരപ്പെട്ട എല്ലാ ബലാലും മുസീബത്തും തെരിയാടുക്കുന്ന നേരത്തിലൊക്കെയും ബിരിദർ സഹാബികൾ പേര് പറഞ്ഞാലും ബിരിദത്തോടെ എഴുതി ചുമന്നാലും ഇരവും പകലും ഏതൊരു നേരത്തും എല്ലാ തലത്തിലും ഹാളിറാകുന്നവർ. ഈ ലോകത്ത് ദുനിയാവിൽ നീ ഏത് സ്ഥലത്ത് വെച്ച് ഇരവും പകലും ഏതൊരു നേരത്ത് ഏത് സ്ഥലത്ത് വെച്ച് യാ ബദരീ, ബദരീങ്ങളെ എന്ന് നീ വിളിച്ചാൽ ഹാളിറാകുന്നവർ, അവരവിടെ വിളിപ്പുറത്ത് ഹാജരാകുന്നതാണ്. പ്രിയപ്പെട്ട മുസ്ലിമെ, ചിന്തിക്ക്. ഇതൊരു ഗ്രൂപ്പിസം പറയല്ല, ഇതൊരു പാർട്ടി പക്ഷപാതിത്തല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തെ, ഇത് നമുക്ക് ചേർന്ന വിശ്വാസമാണോ? ഇത് നമുക്ക് ചേർന്ന വിശ്വാസമാണോ? വിളിച്ചാൽ വിളിപ്പുറത്ത് ബദരീങ്ങൾ എത്തിച്ചേരും നമ്മെ സഹായിക്കാൻ എന്ന് പറഞ്ഞാൽ, ഏത് പ്രശ്നം നിനക്കുണ്ടോ നീ അവരെ പേര് വിളിച്ചാൽ മതി, എല്ലാ തലത്തിലും ഹാളിറാകുന്നവർ, എല്ലാ സ്ഥലത്തും അവർ ഹാളിറാകും. ഒരു പ്രശ്നത്തിനും പിന്നെ അള്ളാനെ വിളിക്കണ്ടയില്ലല്ലോ. മറ്റൊരു പറഞ്ഞു കൊടുക്കും ചെയ്തില്ലേ, KSRTCയും സൂപ്പർ സ്റ്റാർ ബെൻസ് കാറും. ഉദാഹരണല്ലേ ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഇനി നോക്കൂ, അള്ളാന്റെ റസൂല് നേരത്തെ ദുആ ചെയ്ത ദുആ നിങ്ങൾ കേട്ടില്ലേ? ബദരീങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ റസൂൽ എന്താ തേടിയത്? പടച്ചവനെ, പാവങ്ങളാണ്, വിശക്കുന്ന ബദരീങ്ങളാണ്, നീ ഭക്ഷണം കൊടുക്കണം. പടച്ചവനെ, യഥാർത്ഥമായ നിലക്ക് വസ്ത്രം ധരിക്കാൻ കഴിവില്ലാത്തവരാണ്, നീ വസ്ത്രം നൽകണം. ചെരുപ്പണിയാൻ കഴിവില്ലാത്ത ദരിദ്രരാണ്, നീ സഹായിക്കണേ എന്ന് ദുആ ചെയ്ത ബദരീങ്ങളാണ്. ആ ബദരീങ്ങളെ പറ്റി ഇനി എന്താ വിശ്വാസം? ദാഹം വീശപ്പോ കൊടുമാ തളർച്ചയോ, തടിയിൽ മാറവോ ജിൻ ശൈത്താൻ ചതിയാലോ, ദേഹം വാലഞ്ഞോനി പേരിനെ ചൊല്ലുകിൽ തീരും മൂനമേ ശിഫയാകുമെന്നോവർ. ബദരീങ്ങളെ വിളിച്ചാൽ എന്ത് ദാഹമുണ്ടോ, വിശപ്പുണ്ടോ, കൊടുമയുള്ള തളർച്ചയുണ്ടോ, തടിയിൽ രോഗമുണ്ടോ, ജിന്നിന്റെയും ശൈത്താന്റെയും ചതിയുണ്ടോ, ഏതെങ്കിലും കാരണത്താൽ ദേഹം വലഞ്ഞവൻ ഈ പേരിനെ ചൊല്ലുകിൽ ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ മതി, തീരും മുനം മുമ്പേ ശിഫയാകുമെന്നോവർ. ശിഫ കൊടുക്കും. പേര് വിളിക്കുമ്പോഴേക്ക് രോഗം മാറും, രോഗം മാറും. തീർന്നില്ല, ബദരീങ്ങൾ പേരിനെ ഓതുന്ന ലോകർക്ക് ബദനിൽ വബകൾ ആണവില്ല എന്നോവർ. ബദരീങ്ങളുടെ പേര് ചൊരിക്കുന്നവർക്ക് ഒരു രോഗവും വരൂല. മഹാന്മാരായ ബദരീങ്ങളിൽ പലരും പല രോഗങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുള്ളത്. റളിയല്ലാഹു അൻഹു. അവര് പലരും രോഗികളായിരുന്നു, അവര് പലരും വിശപ്പ് സഹിച്ചവരാണ്. മാത്രമല്ല ഇനിയും പറയുന്നു, ഇല്ലാമൂതലും വാലഞ്ഞവനോതുകിൽ എല്ലാം നിഅമത്തിലാകും അതെന്നോവർ. മുതലില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടോ? ബദരീങ്ങളെ പേരിങ്ങനെ വിളിച്ചാൽ മതി. അല്ലലിമീ ഗന്ധ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാഊരത്താൽ കാടം വീടും എന്നോവർ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ നിങ്ങൾ? ബദരീങ്ങൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാൽ മതി, നിങ്ങളെ കടം വീടും എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ചിലര് ബദരീങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആളുകൾ മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ച്
മൗലൂദ് എന്ന് പറഞ്ഞിട്ട് ബദർ മൗലൂദും ചൊല്ലിയിട്ട് ബദർമാല എന്നും പറഞ്ഞിട്ട് ചൊല്ലുന്ന മാലപ്പാട്ടിൽ ബദരീങ്ങളെ കുറിച്ചുള്ള വിശ്വാസാണ്. എന്ത് പ്രശ്നവും പ്രയാസവും ഉണ്ടെങ്കിൽ നീ അവരെ പെട്ടെന്ന് വിളിച്ചോ, നീ അവരെ വിളിച്ചോ. യാ അഹ്ല ബദർ ശുഹദാ, ബദർ ശുഹദാക്കളെ, ബദരീങ്ങളെ. ഈ വിശ്വാസമാണ് നമ്മുടെ നാട്ടിൽ ആളുകളെ ആ വിളിക്ക് പ്രേരിപ്പിച്ചത്. അതാ പെട്ടെന്നതാ ഏത് പ്രശ്നത്തിലും ബദരീങ്ങളെ എന്റെ കുട്ടി, ബദരീങ്ങളെ എന്നെ സഹായിക്കണേ, ബദരീങ്ങളെ ബദരീങ്ങളെ എന്നിങ്ങനെ ബദർ ശുഹദാക്കളെയും ബദരീങ്ങളെയും വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന ഈ സ്നേഹം, പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം ശരിയായ സ്നേഹമല്ല. കാരണം ബദരീങ്ങൾ ഒരിക്കലും ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിച്ചിട്ടില്ല. ഒരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കാനാണ് ബദരീങ്ങൾ പോരാടിയത്. സ്രഷ്ടാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, സൃഷ്ടിയോട് പ്രാർത്ഥിച്ചുകൂടാ. മഹാന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, ഔലിയായിനെ സ്നേഹിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. പക്ഷേ ഒരാൾ എത്ര വലിയ മഹാനായി ഉയർന്നാലും റബ്ബിന്റെ സ്ഥാനത്തോളം ഉയർത്തരുത്. അത് ഇസ്ലാമിന്റെ കണിശമായ നിയമമാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയ്ക്ക് പറ്റിപ്പോയത് അവിടെയാണ് കുഴപ്പം. അതുപോലെ തന്നെ പല ജനങ്ങൾക്കും പറ്റിപ്പോയ കുഴപ്പം അവിടെയാണ്. പല പഴച്ചുപോയ കക്ഷികൾക്കും പറ്റിപ്പോയ കുഴപ്പം അവിടെയാണ്. പലർക്കും പറ്റിപ്പോയ അബദ്ധം എന്താണ്? മഹാന്മാരായ ആളുകളെ സ്നേഹിക്കേണ്ടതിന്റെ അപ്പുറത്തേക്ക് അതാ അള്ള നിരോധിച്ചിട്ടുള്ള പാതയിലൂടെ അള്ള നിഷേധിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരിലോട് ചോദിച്ചുകൊണ്ട് അതാ അവരെ സ്നേഹിക്കാനും ആദരിക്കാനും തുടങ്ങുന്നു. ഇന്നലെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു ഒരു സ്ഥലത്തുനിന്ന്, അല്ല അപ്പൊ ബദരീങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ നേർച്ചയൊന്നും വേണ്ടാന്ന് പറഞ്ഞു, ബദരീങ്ങൾക്ക് വേണ്ടി നമുക്കൊരു യാസീൻ ഓതിക്കൂടെ? ബദരീങ്ങൾക്ക് നമ്മളെ യാസീന് വേണം, ബദരീങ്ങൾക്ക് നമ്മളെ യാസീന് വേണോ? പ്രിയപ്പെട്ടവരെ, ബദരീങ്ങൾക്ക് വേണ്ടി ഒരു ഖത്തോദ, ബദരീങ്ങൾക്ക് വേണ്ടി ഒരു യാസീനോദ, ബദരീങ്ങൾക്ക് വേണ്ടി ഒരു ഫാത്തിഹോദ. എന്താ ഈ പറയുന്നവന്റെ ഉദ്ദേശം? ഈ പറയുന്നതിന്റെ പിന്നിലെ അപകടം നിങ്ങൾ മനസ്സിലാക്കിയോ? ബദരീങ്ങൾക്ക് യാസീൻ ഓതുന്നത് എന്തിനാണ്? ഈ ഓതുന്നവന്റെ ഉദ്ദേശം, ഞാൻ ബദരീങ്ങൾക്ക് വേണ്ടി ഒരു യാസീൻ ഓതിയാൽ അതാ ബദരീങ്ങൾക്ക് വേണ്ടി ഞാൻ യാസീൻ ഓതിയിട്ടുണ്ടെന്ന് ബദരീങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എന്ത് ലക്ഷ്യത്തിനാണോ ഞാൻ ബദരീങ്ങൾക്ക് വേണ്ടി യാസീൻ ഓതുന്നത്? വെറുതെ ഒരാൾ ബദരീങ്ങൾക്ക് വേണ്ടി ഒരു യാസീൻ ഓതൂല. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഒന്നുകിൽ ജോലി ശരിയാണ്, അതിന് ബദരീങ്ങളെ പേരിലൊരു യാസീൻ. ഒന്നുകിൽ വിസ ശരിയാണ്, അതിന് ബദരീങ്ങളെ പേരിലൊരു യാസീൻ. ബദരീങ്ങളെ പേരിലൊരു തേങ്ങ. എന്തേ കാരണം? കുട്ടിക്ക് സുഖല്ല, അന്ന് അസുഖം ശിഫയാകണം. ഓരോ കാര്യത്തിന് വേണ്ടിയാ, ആ കാര്യത്തിന് വേണ്ടിയാണ് ഈ നേർച്ച ചെയ്യുന്നത്. അങ്ങനെ ഒരാൾക്ക് വേണ്ടി അതാ ആ മഹാന്മാരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുകയാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർക്ക് നേർച്ച ചെയ്യുന്നത്, അവരെ വിളിച്ചുകൊണ്ട് തേടുന്നത്, അവരെ അതുപോലെ തന്നെ അവരുടെ പേരുകൾ എഴുതി ചുമന്ന് നടക്കുന്നത്, അത് ഉറുക്കാക്കി കൈത്തണ്ടയിലും അരയിലും കെട്ടുന്നത്, അത് തകിടുകളിൽ എഴുതിയിട്ട് ഷോപ്പിലും വാഹനത്തിലുമൊക്കെ വെക്കുന്നത്. ബർക്കത്തിറങ്ങും അവരുടെ പേരിലൂടെ, എല്ലാം അവരിലൂടെ നമുക്ക് അള്ള തല്ലും. അതങ്ങനെ കിട്ടുന്നതാണ് അവരിലൂടെ. അവർക്ക് അതൊക്കെ അള്ള കൊടുത്തിരിക്കുകയാണ്, കഴിവുന്നാണ്. എവിടുന്ന് വിളിച്ചാലും അവർ കേൾക്കും. നമ്മൾ മനസ്സിലാക്കണം, എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കുന്നു, ഉത്തരം ചെയ്യുന്നു, വിളിച്ചവന്റെ മനസ്സറിയുന്നു. ഞാൻ എന്തിനാ വിളിച്ചത് എന്ന് മഹാന്മാർക്ക് അറിയാൻ പോലും. ശൈഖ് ജീലാനിയെ ഞാൻ വിളിച്ചാല്, ബദരീങ്ങളെ വിളിച്ചാല്, അജ്മീർ ഹോജയെ വിളിച്ചാല്, ആരെ വിളിച്ചാലും അവർക്കൊക്കെ എന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് വിശ്വാസം. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ. അള്ളാന്റെ വിശേഷണമല്ലേ ഇത്? അള്ളാഹ്ക്കല്ലേ കുപ്പിയകത്തുള്ള എല്ലാത്തിനെയും പോലെ അതാ രഹസ്യപരസ്യ വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവൻ അള്ളയല്ലേ, എല്ലാം കേൾക്കുന്നവൻ അള്ളയല്ലേ, എല്ലാം കാണുന്നവൻ അള്ളയല്ലേ, എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളയല്ലേ? ആ അള്ളാന്റെ അതേ സ്ഥാനത്തേക്ക് മഹാത്മാക്കളെ നമ്മൾ ഉയർത്തുന്നു. ബദരീങ്ങളെ, മൊയ്‌ദി ശൈഖേ, മമ്പർത്തെ എന്ന് വിളിച്ചാൽ വിളിപ്പുറത്തുത്തരം ചെയ്യും. അവര് കേൾക്കും, അവര് കാണും. പ്രിയപ്പെട്ടവരെ, ലോകത്തങ്ങനെ എല്ലാം കാണുകയും കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുന്നവൻ അല്ലാഹു റബ്ബുൽ ആലമീൻ അല്ലാതെ ഒരാളുമില്ല. ആ വിശ്വാസത്തിന് വിരുദ്ധമായി അള്ളാഹിനെ പോലെ കാണും കേൾക്കും ഒക്കെ ചെയ്യുന്ന വേറെയും ആളുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അള്ളാന്റെ മഹിത മഹത്വത്തിൽ പങ്കുചേർക്കലാണ്.
അവന്റെ ഗുണവിശേഷണങ്ങളിൽ പങ്കുചേർക്കലാണ്. അത് നമ്മുടെ വിശ്വാസത്തിൽ കലർന്നിട്ട് നാം അങ്ങനെ അള്ളാഹിനെ പോലെ കേൾക്കുകയും കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നവരുണ്ടെന്ന് കരുതിയിട്ട് നമ്മളവരെ വിളിച്ച് സഹായം ചോദിക്കാൻ നിന്നാൽ അത് വലിയ പാതകം തന്നെ. അത് റബ്ബ് പൊറുക്കൂല. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കുക, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. നാം എത്ര ഗൗരവത്തോടെയാണ് ശിർക്കിനെ കാണേണ്ടത് എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബദരീങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശവും അതാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കൂ, അള്ളാഹ്ക്ക് മാത്രം നേർച്ച വഴിപാടുകൾ അർപ്പിക്കൂ, അള്ളാഹുവിന് വേണ്ടി മാത്രം ബലിയർപ്പിക്കൂ, അള്ളാഹിന്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യൂ, അവന്റെ കഅബാലയം മാത്രം തവാഫ് ചെയ്യൂ. ദർഗകൾ തവാഫ് ചെയ്യുന്ന കാലഘട്ടമാണിത്. ദർഗകൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന കാലഘട്ടമാണിത്. ദർഗകൾക്ക് സമീപത്ത് തയ്യാറാക്കിയ പ്രത്യേക ബലിക്കല്ലുകളിൽ വെച്ച് നൂറുകണക്കിന് ആടുകളെ ബലി കൊടുക്കുന്ന ആ രൂപത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന ലോകമാണിത്. മനസ്സിലാക്കണം. ഉള്ളാളത്തേക്ക് ആടുകളെ നേർച്ചയാക്കിയിട്ട് നൂറുകണക്കിന് ആടുകളെയാണ് ഉള്ളാള് സയ്യിദ് മദനിയുടെ പ്രീതിക്ക് വേണ്ടി അവിടെ ബലിയർപ്പിക്കുന്നത്. മഹാന്മാരായ ബദരീങ്ങളുടെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നൂറുകണക്കിന് മൃഗങ്ങളാണ് നമ്മുടെ നാട്ടിലായി ഇന്നത്തെ ബദർ 17 മാസം 17 ബദരീങ്ങളുടെ ആണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അറുത്ത് തള്ളുന്നത്. മനസ്സിലാക്കണം. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരവസ്ഥയാണ് നമുക്ക് തരണം ചെയ്യേണ്ടത്. ശിർക്കിൽ നിന്ന് മുക്തമാക്കാൻ, ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ ശ്രമമാണ് പ്രിയപ്പെട്ടവരെ നാം നടത്തേണ്ടത്. അതിന് നമ്മൾ കൈമെയ് മറന്നുകൊണ്ട് ആ രംഗത്ത് സഹകാരികളാവേണ്ടതുണ്ട്. അതിന് പരിശുദ്ധ ഖുർആൻ നന്നായി പഠിക്കണം. ഈ മാസം പരിശുദ്ധ ഖുർആന്റെ അവതരണോദ്ഘാടനം നടന്ന മാസമാണ്. ഖുർആൻ നന്നായി പഠിക്കുക, നന്നായി ഖുർആൻ പാരായണം ചെയ്യുക. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. നമുക്ക് ഏറ്റവും വലിയ ശുപാർശകനായിക്കൊണ്ട് നാളെ പരലോകത്ത് ഖുർആൻ വരണം, റമളാൻ വരണം. അതിനുവേണ്ടി തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അല്ലാഹ് സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ദോഷങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. എങ്കിൽ നമുക്ക് വിജയമുണ്ടാകും. അല്ലാഹു അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി ബദരീങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആ പാത പിൻപറ്റുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത്രയും നേരം നിങ്ങളെല്ലാവരും ക്ഷമയോടുകൂടി ഇത് കേട്ടിരുന്നത്, ഞാൻ പറഞ്ഞത് അല്ലാഹു ഒരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഇസ്സത്തോടുകൂടി ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് നമുക്ക് എന്നും നൽകുമാറാകട്ടെ. ഈ ലോകത്തു നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് സന്തോഷകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ലോകത്തു നിന്ന് മരിച്ചു പിരിയാനുള്ള സൗഭാഗ്യം റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കാതെ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹിക്കാനാവാത്ത പ്രയാസങ്ങളിൽ പെടുത്താതെ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു എത്ര തന്നെ പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും പുറത്ത് സ്വീകരിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.